നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ലോകത്തിലെ വലിയ കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ കേന്ദ്രമാക്കി ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഈ കടൽപാത ഉപേക്ഷിക്കുവാൻ ആഗോള കമ്പനികൾ മുന്നോട്ട് വന്നത്. ഈ തീരുമാനം ആഗോള വിതരണ ശൃംഖലയെ കാര്യമായി ബാധിക്കുമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഹമാസിന്റെ ചെങ്കടൽ യുദ്ധത്തിൽ ഇസ്രായേലിന് അടിപതറുന്നുണ്ടോ എന്നുള്ളത് സസൂക്ഷ്മം പരിശോധിക്കേണ്ടതായിരിക്കുന്നു. കാരണം പല വിട്ടുവീഴ്ചകളും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോർദാനിൽ നിന്ന് ഗാസയിലേക്കുള്ള സഹായങ്ങൾ കെരോം ഷാലോം ക്രോസിംഗ് കടന്നെത്തിയത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് ഒരു രാജ്യത്തിന്റെ സഹായം ഈ വഴി എത്തുന്നത്. UN സഹായത്തോടെ ഭക്ഷണപ്പെട്ടികൾ ഗാസയിലെത്തിയപ്പോൾ പ്രദേശവാസികൾ ട്രക്കിനെ പൊതിഞ്ഞു. UN ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളുമായി എത്തിയപ്പോൾ ഓടിക്കൂടി പെട്ടികൾ കൈപ്പറ്റുന്ന ഗാസക്കാരുടെ വീഡിയോ ദൃശ്യങ്ങൾ UN പുറത്തുവിടുകയുണ്ടായി. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന്റെ കൂടി ഫലമാണിതെന്ന് കരുതുന്നവരുമുണ്ട്. ഹൂതി ആക്രമണങ്ങൾ ഇസ്രായേലിലേക്കുള്ള ചരക്ക് നീക്കങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. ചെങ്കടലിലൂടെയാണ് ഇസ്രായേലിലേക്കുള്ള എണ്ണ അടക്കമുള്ള സാധനങ്ങൾ എത്തുന്നത്. ലോകരാജ്യങ്ങളെയും ഈ പ്രശ്നം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ സമ്മർദ്ദമാകാം ഇസ്രായേലിലൂടെ ഗാസയിലേക്ക് ഭക്ഷണ സഹായം എത്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ കെരം ഷാലോം ക്രോസിംഗ് തുറന്നുകൊടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. ജോർദാന് ഇസ്രായേലിലൂടെ നേരിട്ട് ഗാസ മുനമ്പിലേക്ക് പോകാൻ സൗകര്യമുള്ള വാതായനമാണ് കെരം ഷാലോം ക്രോസിംഗ്. യുദ്ധം തുടങ്ങിയ ശേഷം ജോർദാൻ ഈ വാതായനം അടച്ചിരുന്നു. UN കുറച്ചു നാളത്തെ ഇടപെടലുകൾക്ക് ശേഷമാണ് ഇവിടം തുറക്കുവാനുള്ള തീരുമാനം എടുപ്പിച്ചത്. UN വേൾഡ് ഫുഡ് പ്രോഗ്രാമാണ് ജോർദാന്റെ സഹായം ഗാസയിൽ എത്തിച്ചത്. 46 ട്രക്കുകൾ ഗാസയിൽ എത്തിയിട്ടുണ്ട്. 750 ടൺ സാധനങ്ങൾ എത്തിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കെരം ഷാലോം ക്രോസിംഗ് തുറന്നതോടെ ഗാസയിലെത്തുന്ന ഭക്ഷണ ട്രക്കുകളുടെ എണ്ണം കൂടുമെന്നതാണ് പ്രത്യേകത. ഗാസക്കാർ നിലവിൽ പട്ടിണിയിൽ വലയുകയാണ്. യുദ്ധം തുടങ്ങിയ ശേഷം ഗാസയിൽ കടുത്ത പട്ടിണിയാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നു. വിശപ്പിന്റെ നരകം എന്ന പ്രയോഗമാണ് സംഘടന നടത്തുന്നത്. ഗാസയിലെ മിക്കവരും ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ വലയുന്നതായും സംഘടന പറയുകയുണ്ടായി. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം കുറഞ്ഞത് 8 വാണിജ്യ കപ്പലുകളെങ്കിലും യമൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. നവംബർ 19 ലൈബീരിയൻ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലായ ഗാലക്സി ലീഡറാണ് ആദ്യ ഇര. വെടിനിർത്തലിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഇസ്രായേൽ മുഖവിലേക്ക് അവഗണിച്ചതോടെ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വർദ്ധിച്ചു. ഗാസയിൽ ആഴത്തിലുള്ള മാനുഷിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഡിസംബർ 11 ചെങ്കടലിനെ ഗൾഫിൽ നിന്ന് വേർതിരിക്കുന്ന ബാബൽ മണ്ടേബ് കടലിടുക്കിലൂടെ കടന്നുപോകുമ്പോൾ യമനിലെ നിയന്ത്രിത പ്രദേശത്തു നിന്ന് വിക്ഷേപിച്ച ഒരു നോർവീജിയൻ പതാകയുള്ള വാണിജ്യ ടാങ്കറായ സിൻഡ്ര ലക്ഷ്യമാക്കി ഡിസംബർ 15 ഹൂതികൾ 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും ഒരു ചരക്ക് കപ്പലിൽ അജ്ഞാത സ്ഫോടക വസ്തുക്കൾ ഇടുകയും ചെയ്തു. 3 ദിവസത്തിനു ശേഷം അവരുടെ നാവിക ഡ്രോണുകൾ യമൻ തീരത്ത് നിന്ന് തെക്കൻ ചെങ്കടലിലേക്ക് കടക്കുമ്പോൾ MSC ക്ലാരയെയും സ്വാൻ അറ്റ്ലാന്റിക്കിനെയും ആക്രമിച്ചു. രണ്ടാമത്തത് ഇന്ത്യൻ ജീവനക്കാരെയും വഹിച്ചു. ഡിസംബർ 17 US-ന്റെയും UK-യുടെയും യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ 14 ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു. ആക്രമണം കടൽയാത്രക്കാർക്കിടയിൽ ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 18 ആക്രമണത്തിന് ശേഷം യമൻ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ കപ്പലിൽ സായുധരായ കാവൽക്കാർ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന സന്ദേശങ്ങൾ പല കപ്പലുകളും പ്രക്ഷേപണം ചെയ്തു. കപ്പൽ ട്രാക്കർ മറൈൻ ട്രാഫിക്കിൽ നിരവധി കപ്പലുകൾ അവരുടെ ലക്ഷ്യസ്ഥാനമായി ആംഡ് ഗാർഡുകൾ മിന്നുന്നത് കണ്ടു. ചെങ്കടൽ ഒരു നിർണായക സമുദ്രപാതയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 10% അതിന്റെ ജലത്തിലൂടെ കടന്നുപോകുന്നു. ഏകദേശം $1 ട്രില്യൺ മൂല്യമുള്ള ചരക്ക് പ്രതിവർഷം കടന്നുപോകുന്നു. അതിന്റെ അതിരുകൾ 2 നേർത്ത പാതകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ സൂയസ് കനാൽ, തെക്കൻ ബാബൽ മണ്ടേബ് കടലിടുക്ക്. ഈ കടലിടുക്ക് പടിഞ്ഞാറ് ജിബൂട്ടിയുടെയും എറിത്രിയയും കിഴക്ക് യമനും ചേർന്ന് വെറും 20 മൈൽ വീതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. ബാബൽ മന്ദബ് കടലിടുക്കിന് പകരം വാണിജ്യ കപ്പലുകൾക്ക് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും നാവിഗേറ്റ് ചെയ്യുവാൻ വളരെ ദൈർഘ്യമേറിയ റൂട്ട് എടുക്കേണ്ടതായി വരും. ഇതിന് ഏകദേശം ഒരാഴ്ചയും ദശലക്ഷക്കണക്കിന് ഡോളറുകളും എടുക്കും. നവംബർ 19 ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം 55 കപ്പലുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് തിരിച്ചുവിട്ടതായി ഡിസംബർ 17 ഈജിപ്തിലെ സൂയസ് കനാൽ അതോറിറ്റി അറിയിച്ചു. ബഹ്റൈൻ ആസ്ഥാനമായുള്ള സംയോജിത മാരിടൈം ഫോഴ്സിന്റെ ഇതിനകം നിലവിലുള്ള സുരക്ഷാ സഖ്യത്തിന് കീഴിൽ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ ഒരു ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭം അമേരിക്ക പ്രഖ്യാപിച്ചു. UK, കാനഡ, ബഹ്റൈൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്ന പുതിയ സംഘം തെക്കൻ ചെങ്കടലിലെയും ഏദൻ ഉൾക്കടലിലെയും സുരക്ഷാ വെല്ലുവിളികൾ സംയുക്തമായി നേരിടും എന്നാണ് ഈ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ബന്ദികളെ വിട്ടുകിട്ടാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ച് ഹമാസ് നിൽക്കുന്നു. 2 ആഴ്ച മുതൽ 1 മാസം വരെ വെടിനിർത്താമെന്ന നിർദ്ദേശവും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ. പരമാവധി സിവിലിയൻ കുരുതി ഒഴിവാക്കാനും ഗസയിൽ കൂടുതൽ ഉൽപ്പന്നം എത്തിക്കുവാനും ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗസയിൽ മരണം 20,000 കടന്നു. അമേരിക്കയുടെ വീറ്റോ ഒഴിവാക്കാൻ രക്ഷാസമിതിയുടെ വോട്ടിംഗ് വീണ്ടും മാറ്റി. യമനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന താക്കീതുമായി ഹുത്തികളും രംഗത്ത്.
ആഭ്യന്തര അന്തർദേശീയ സമ്മർദ്ദം കടുത്തതോടെ ബന്ദികളുടെ കൈമാറ്റം ഉറപ്പാക്കാൻ ഉദാര വെടിനിർത്തൽ നിർദ്ദേശവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ഹമാസ് ബന്ദികളാക്കി 40 പേരെ മോചിപ്പിച്ചാൽ 2 ആഴ്ച മുതൽ 1 മാസം വരെ വെടിനിർത്താൻ തയ്യാറാണെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഇസ്രായേലി ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ പ്രധാന തടവുകാരെ മോചിപ്പിക്കുന്നതിന് പുറമെ ഗസയിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് തയ്യാറാണെന്നും അറിയിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ സൈനിക നടപടിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സന്നദ്ധമാണെന്നും അതിനെ തങ്ങളുടെ വിജയമായി ഹമാസ് വിലയിരുത്തിയാൽ പോലും പ്രശ്നമില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. ഈജിപ്ത് നേതാക്കൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനേയ്ക്ക് മുമ്പാകെ ഇസ്രായേൽ നിർദ്ദേശം സമർപ്പിച്ചു. എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തലില്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് തന്നെയാണ് പ്രതികരണം. ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനത്തിലും ഇതുതന്നെ ആവർത്തിച്ചു. യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴ്വെക്കണമെന്നും ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നുമാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ നിലപാട്. അതിനിടെ US വീണ്ടും വീറ്റോ ചെയ്യുമെന്ന ആശങ്കയുടെ പേരിൽ UN രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയത്തിലെ വോട്ടിംഗ് ഇന്നത്തേക്ക് മാറ്റി. വെടിനിർത്തൽ എന്ന പ്രയോഗത്തിന് പകരം ശത്രുത വൈകാതെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാക്കി പ്രമേയവാചകം മാറ്റിയിരുന്നു. ചെങ്കടലിൽ സംയുക്ത നാവിക സുരക്ഷാ സേനയ്ക്ക് അമേരിക്ക രൂപം നൽകിയെങ്കിലും പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹുത്തികൾ. യമനെ ആക്രമിച്ചാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വിലയൊടിക്കേണ്ടതായി വരുമെന്ന് ഹുത്തികൾ മുന്നറിയിപ്പ് നൽകി. ഗസയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യയും രംഗത്ത് വന്നു. ഹുത്തികളും മലേഷ്യയും നൽകുന്ന സഹകരണത്തിന് ഹമാസ് നേതാക്കൾ നന്ദി അറിയിച്ചു. അതിനിടെ വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 200-ലേറെ പേർ ഇന്നലെയും കൊല്ലപ്പെട്ടു. ഗസയിൽ ഇതിനകം മരണം 20,000 കടന്നു. ഇവരിൽ 8,000 കുട്ടികളും 6,200 സ്ത്രീകളും ഉൾപ്പെടും. ലെബനനും സിറിയയ്ക്കും നേരെ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗസയിൽ നിരവധി സൈനികരെ കൊലപ്പെടുത്തുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അൽഖസം ബ്രിഗേഡും അറിയിച്ചു. നന്ദി, നമസ്കാരം.